നമസ്കാരം. ഭാഗ്യദേവത കനിഞ്ഞ 20 കോടി രൂപയുടെ രൂപത്തിലായിരുന്നു. എന്നാൽ ആ കോടികൾ ഇന്ന് കോടതിയുടെയും തർക്കങ്ങളുടെയും നിഴലിലാണ്. കേരളത്തെ ഒന്നടങ്കം അമ്പരിപ്പിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ക്രിസ്മസ് പുതുവത്സര ബമ്പർ അടിച്ചത് തനിക്കാണെന്നും എന്നാൽ ആ ടിക്കറ്റ് അബദ്ധത്തിൽ കൈമോശം വന്നതാണെന്നും അവകാശപ്പെട്ട ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. സമ്മാന വിതരണം ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ 20 കോടി ഇനി ആർക്ക് ലഭിക്കും? പിറവം പാഴൂർ സ്വദേശിയായ കെ സജിമോൻ ഒരു റിട്ടയർഡ് SI ആണ്. നിലവിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തി വരികയാണ് അദ്ദേഹം. സജിമോന്റെ വാദപ്രകാരം കഥ തുടങ്ങുന്നത് ഇങ്ങനെ. ശബരിമല തീർത്ഥാടനത്തിനായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തു നിന്നും എത്തിയ ഒരു സംഘം തീർത്ഥാടകർ സജിമോന്റെ വാഹനമാണ് വാടകയ്ക്ക് എടുത്തത്. യാത്ര കഴിഞ്ഞ് അവർ മടങ്ങിയപ്പോൾ ഒരു നെയ്പാത്രം വാഹനത്തിൽ മറന്നുവെച്ചു. സജിമോൻ താൻ എടുത്ത ലോട്ടറി ടിക്കറ്റ് സൂക്ഷിച്ചിരുന്നത് ഈ പാത്രത്തിനടിയിലായിരുന്നു. വിശാഖപട്ടണം സ്വദേശികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സജിമോൻ ഈ നെയ്പാത്രം അവർക്ക് കൊറിയർ വഴി അയച്ചു കൊടുത്തു. എന്നാൽ നിർഭാഗ്യവശാൽ പാത്രത്തോടൊപ്പം അതിനടിയിലിരുന്ന ലോട്ടറി ടിക്കറ്റും പാഴ്സലിനുള്ളിലായി. പാത്രം വിശാഖപട്ടണത്ത് എത്തിയെങ്കിലും അതിനുള്ളിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് സജിമോൻ പറയുന്നത്. കൊറിയർ സ്ഥാപനത്തിൽ വെച്ചോ മറ്റോ ടിക്കറ്റ് നഷ്ടപ്പെട്ടതാകാം എന്നാണ് സംശയം. ഇതിനിടെയാണ് മറ്റൊരാൾ ലോട്ടറി അടിച്ചു എന്ന അവകാശവാദവുമായി ലോട്ടറി വകുപ്പിനെ സമീപിച്ചത്. ഇതോടെ സജിമോൻ നിയമ പോരാട്ടം ആരംഭിച്ചു. ആദ്യം പിറവം പോലീസിനെ സമീപിച്ചുവെങ്കിലും പിന്നീട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഹർജി പരിഗണിച്ച ഹൈക്കോടതി സമ്മാന വിതരണം താൽക്കാലികമായി തടയുകയും ലോട്ടറി വകുപ്പിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. ആരാണ് ടിക്കറ്റുമായി എത്തിയത് എന്ന വിവരം മുദ്രവെച്ച കവറിൽ ഹാജരാക്കുവാനാണ് കോടതി നിർദ്ദേശം. ലോട്ടറി ചട്ടങ്ങൾ അനുസരിച്ച് ടിക്കറ്റ് കയ്യിലുള്ളയാൾക്കാണ് സമ്മാനത്തിന് അർഹത. എന്നാൽ മോഷ്ടിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ ടിക്കറ്റ് ആണെങ്കിൽ പോലീസിനും കോടതിക്കും ഇടപെടാം. ടിക്കറ്റിന്റെ ഇരുവശങ്ങളുടെയും വ്യക്തമായ പകർപ്പും ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടിക്കറ്റ് കൈവശമുള്ള വ്യക്തി അത് എവിടെ നിന്ന് വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ ലോട്ടറി വകുപ്പ് പരിശോധിക്കും. ഭാഗ്യം പടിവാതിൽക്കൽ വന്നിട്ടും അത് കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയാത്ത സജിമോന്റെ അവസ്ഥയാണോ അതോ ടിക്കറ്റുമായി എത്തിയ മറ്റൊരാളുടെ അവകാശവാദമാണോ ശരിയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. 20 കോടി എന്ന വലിയ തുക ആരുടെ അക്കൗണ്ടിൽ എത്തുമെന്നത് ഇപ്പോഴും സസ്പെൻസിലാണ്. സജിമോൻ തന്റെ പരാതിയുമായി പിറവം പോലീസിനെ സമീപിച്ചതോടെയാണ് ഈ സംഭവത്തിന് ഗൗരവമേറിയ മറ്റൊരു തലം വന്നത്. കൊറിയർ വഴി അയച്ച പാഴ്സലിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുക എന്നത് സജിമോനെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു വെല്ലുവിളിയാണ്. കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യേണ്ടി വരും. വിശാഖപട്ടണത്ത് പാഴ്സൽ കൈപ്പറ്റിയ തീർത്ഥാടകരുടെ മൊഴിയും നിർണായകമാണ്. അവർ പാഴ്സൽ തുറന്നപ്പോൾ ടിക്കറ്റ് കണ്ടിരുന്നോ അതോ പാഴ്സൽ എവിടെയെങ്കിലും വെച്ച് തുറക്കപ്പെട്ടതോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ടതുണ്ട്. കേരള ലോട്ടറി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ടിക്കറ്റ് ആരുടെ കൈവശമാണോ ഉള്ളത് അയാൾക്കാണ് പ്രാഥമികമായി സമ്മാനം നൽകേണ്ടത്. എന്നാൽ ഒരു ലോട്ടറി ടിക്കറ്റിന് മേൽ ഒന്നിലധികം അവകാശവാദങ്ങൾ വരികയോ ആ ടിക്കറ്റ് മോഷണം മുതലാണ് എന്ന് പരാതി ഉയരുകയോ ചെയ്താൽ നിയമപരമായ പരിശോധനകൾ പൂർത്തിയാകാതെ പണം നൽകുവാൻ കഴിയില്ല. കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ ലോട്ടറി വകുപ്പിനെ സംബന്ധിച്ച് സുപ്രധാനമാണ്. സമ്മാനാർഹമായ ടിക്കറ്റ് ഹാജരാക്കിയ വ്യക്തിയുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുവാനാണ് കോടതി നിർദ്ദേശം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേരളത്തിൽ ലോട്ടറി സമ്മാനത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ടിക്കറ്റ് പങ്കിട്ടെടുത്ത സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കങ്ങളും നഷ്ടപ്പെട്ട ടിക്കറ്റിന്മേലുള്ള അവകാശവാദങ്ങളും മുൻപും കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ 20 കോടി എന്ന റെക്കോർഡ് തുകയുടെ കാര്യത്തിൽ ഇത്തരമൊരു നാടകീയമായ സംഭവം ഇതാദ്യമായാണ്. സജിമോൻ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളോടെയാകാം അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന് കരുതുന്നവരും കുറവല്ല. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് കൈവിട്ടു പോയത് ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു തുകയാണ്. ആ നെയ്പാത്രത്തിനടിയിലെ ടിക്കറ്റ് വെക്കുമ്പോൾ സജിമോൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല അത് ആന്ധ്രയിലേക്ക് വിമാനം കയറുമെന്ന്. ഇപ്പോൾ ഹൈക്കോടതി ലോട്ടറി വകുപ്പിനോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആരാണ് ടിക്കറ്റുമായി എത്തിയത്? ആ ടിക്കറ്റ് യഥാർത്ഥമാണോ? അതിന്റെ പകർപ്പ് ഹാജരാക്കുക. ഈ നിയമ പോരാട്ടം ചിലപ്പോൾ മാസങ്ങളോളം തന്നെ നീണ്ടു നിന്നേക്കാം.